നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെത്തിയ സമഗ്ര വാർത്തകളുമായി പ്രൈം ടൈം ന്യൂസ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സ്മിത ഹരിദാസ്. ആദ്യം പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയ RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. രാത്രി 8:15 ഈ ആക്രമണം ഉണ്ടായത്. മതിലിൽ തട്ടി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിനാൽ അപകടം ഒഴിവായി. എറിഞ്ഞത് ബോംബ് തന്നെയെന്ന് KS ഹരിഹരൻ 24നോട് പറഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്ന് KK രമ MLA ആരോപിച്ചു. ഇപ്പോൾ ആക്രമണം നടന്നാൽ അതിന്റെ ഗുണഭോക്താവ് ആരെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ മറുപടി. ഉച്ചയ്ക്ക് ഒരു കാറ് ചെറുപ്പക്കാർ വന്നിട്ട് വീടിന് മുമ്പ് വെള്ളം ഉണ്ടാക്കിയിരുന്നു. ഇറങ്ങി വാടാന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പടം എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഒരു വണ്ടി എടുത്ത് പോയി. അതൊരു ചുവന്ന ഹ്യുണ്ടായി കാറാണ്, വടകര രജിസ്ട്രേഷനുള്ള കാറാണ്. അതിന് വേറെ കണ്ടിട്ട് കൈമാറേണ്ടോ അറിയില്ല. പിന്നെ ഒരു 8:30 ആയപ്പോഴാണ് ഒരു ബുള്ളറ്റിൽ 2 ചെറുപ്പക്കാർ വന്നിട്ട് ബോംബ് എറിഞ്ഞിട്ട് പോയത്. ഗേറ്റിൻ്റെ അവിടെ മതിലിന് തട്ടി, മതിൽ വിള്ളൽ വന്നു, മുറ്റത്തേക്കൊന്നും വന്നില്ല. നമ്മളെ ശബ്ദം കേട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും അവർ വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. പോലീസ് വന്നിട്ടുണ്ട്, അവർ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. CPM-കാരായിരിക്കും, വേറെ നമ്മളോട് അങ്ങനെ വേറെ ആർക്കും കൊണ്ട് ചത്തതൊന്നുമില്ല. ഇത് ഒരു വ്യക്തി നടത്തിയ ഒരു പരാമർശത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിനെ തള്ളിപ്പറയുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ പാർട്ടി എന്ന നിലയ്ക്കും അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടെടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണല്ലോ വീടിന് നേരെ ബോംബെറിയാൻ വേണ്ടിയിട്ടൊരു പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. വേറെ ആരാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്? അതുകൊണ്ടാണല്ലോ P മോഹൻ പത്രസമ്മേളനം നടത്തി ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിരിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണോ പറഞ്ഞത്? അല്ലാതെ എന്തിനാണ് ഇപ്പൊ ഒരു ബോംബ് ഹരിഹരന്റെ വീടിന് എറിയേണ്ടത്? അതൊരു ആവശ്യവുമില്ലല്ലോ. മുഖം നഷ്ടപ്പെട്ടു നിൽക്കുക ഹരിഹരനെ പിന്തുണക്കുന്ന KK രമ ഉൾപ്പെടെയുള്ള UDF-ന്റെ നേതാക്കന്മാർ ആകെ ഇന്ന് കേരള സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുക, ജാള്യത കൊണ്ടിരിക്കുക. ആരുടെ ആഗ്രഹമായിരിക്കും ഹരിഹരന്റെ വീടിന് നേരെ ബോംബെറിയുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമം നടക്കുക എന്നുള്ളത്? അവരുടെ ആഗ്രഹമായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ പിന്നിലൊക്കെ ആരാ എന്നുള്ളത് പോലീസ് കണ്ടെത്തട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹരിഹരൻ ഈ കേരളത്തിൻ്റെ മുമ്പിൽ പടച്ചുവിട്ട ആ ഒരു പ്രചരണമുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത്യന്തം ഹീനമായ സ്റ്റേറ്റ്മെൻറ്റാണ്. വെറുക്കപ്പെടേണ്ട, ഏറ്റവും കൃത്യമായി എതിർക്കേണ്ട, ചെറുത്തു തോൽപ്പിക്കേണ്ട വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, അവിടെ ആക്രമണം ഉണ്ടായി, അത് രാത്രി 8 മണിക്ക് ശേഷം തന്നെയാണ് ഉണ്ടായത്. ആ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ ഇത് ആര് നടത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പ്രത്യാരോപണങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പരാതി? എന്താണ് നമുക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? പിന്നെ ഞാനിപ്പോൾ ഉള്ളത് KS ഹരിഹരൻ്റെ വീട്ടിലാണ്. ഈ വീടിനോട് ചേർന്നുള്ള ഈ മതിലിലാണ്, ഈ മതിലിലേക്കാണ് ഈ സംഘം ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നുള്ളതാണ് ഹരിഹരൻ പറയുന്നത്. അതിൻ്റെ ഭാഗമായി ഉണ്ടായ വിള്ളലാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 8:30 കൂടിയാണ് ഇത്തരത്തിൽ ഒരു അക്രമം ഈ വീടിന് നേരെ ഉണ്ടായത് എന്നുള്ളതാണ് ഹരിഹരൻ പറയുന്നത്. 2 ഇരുചക്ര വാഹനത്തിലെത്തിയ 2 പേർ നേരെ വീടിൻ്റെ മുൻവശത്തേക്ക് വരികയും ഇവിടെ സ്ഫോടക വസ്തു മതിലിലേക്ക് എറിയുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഹരിഹരൻ വ്യക്തമാക്കുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നാലെ പോലീസ് ഇവിടെ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് കൊണ്ടോട്ടി DYSP AM സിദ്ദിഖ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് സംഭവങ്ങൾക്ക് തുടക്കമെന്നുള്ളതാണ് ഹരിഹരൻ പറയുന്നത്. ഉച്ചയ്ക്ക് ഒരു കാറിലെത്തിയ ഒരു ഏതാനും പേരടങ്ങുന്ന ഒരു സംഘം വീടിന് മുൻപിലെത്തി ബഹളം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അതിന് പിന്നാലെയാണ് വൈകുന്നേരത്തോടു കൂടി വീണ്ടും ഇരുചക്ര വാഹനത്തിലൊരു സംഘം എത്തി അക്രമം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് ഹരിഹരൻ വ്യക്തമാക്കുന്നത്. ഇതിന് സംഭവത്തിന് പിന്നിൽ CPM ആണ് എന്നുള്ളൊരു ആരോപണമാണ് ഈ ഹരിഹരൻ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ KK രമയും ഇത് തന്നെയാണ് പറയുന്നത്. അതിന് ഭാഗമായി അവർ പറയുന്നത് മോഹനൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ ഇത് ഇവിടം കൊണ്ട് തീരില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്നുള്ളതാണ് ഈ ഹരിഹരൻ്റെ ഒപ്പം തന്നെ RMPയുടെ ഒരു ആരോപണമായി പറയുന്നത്. എന്താണ് സംഭവിച്ചത്? ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഒരു കാറിൽ, ഒരു ഹ്യുണ്ടായി ചുവന്ന കാറിൽ, വടകര രജിസ്ട്രേഷനുള്ള കാറാണ്, ഒരു സംഘം ചെറുപ്പക്കാർ വന്ന് ഇവിടുന്ന് ഇറങ്ങി വാടാതെ പറഞ്ഞ് വെല്ലുവിളിച്ചിരുന്നു. നമ്മളവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവർ വണ്ടി എടുത്ത് പോയി. ആ വിവരം നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് SPക്ക് ആ നമ്പറൊക്കെ കൊടുത്തിരുന്നു, വണ്ടിയുടെ നമ്പറൊക്കെ കൊടുത്തിരുന്നു. 8:15 കൂടിയാണ് ഒരു ബൈക്കിൽ വന്നിട്ട് 2 ചെറുപ്പക്കാർ ബോംബെറിഞ്ഞത്. മതിലിൽ വീണ് പൊട്ടി, അവിടെ വലിയ ക്രാക്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് 8:30 പോലീസ് വന്നിട്ടുണ്ട്.
പോലീസ് വന്ന് എന്തൊക്കെ തിരഞ്ഞ് പോകുന്നുണ്ട്. അതാണ് കാര്യം. ആരാണ് എന്നുള്ളത് CPM ആണെന്ന് പറയാനുള്ള ഒരു കാരണം എന്താ? ഇവിടെ വൈകുന്നേരം പ്രകടനം ഉണ്ടായിരുന്നു. എനിക്കെതിരായിട്ട് കൊലവിളി പ്രകടനം നടത്തിയിരുന്നു. അങ്ങാടിയിൽ അവർ പൊതുയോഗം നടത്തിയിരുന്നു. അതിനുശേഷമാണ് സംഭവം ഉണ്ടായത്. CPMൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഈ പ്രദേശത്തുള്ള CPMമാരാണെന്നാണോ നിങ്ങളുടെ വാദം? അല്ല, ചെയ്തത് അവരാവാൻ വഴിയില്ല. അവർക്ക് അതിനുള്ള പ്രാപ്തിയൊന്നുമില്ല. അവർ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ആയിരുന്നു പ്രകടനവും പൊതുയോഗവും അതായിരുന്നു. നമ്മൾ ശരിയാക്കുക എന്നുള്ളതായിരുന്നു. ഈ ഉച്ചക്ക് ഇങ്ങനെ ബഹളം ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ പോലീസിനെ അറിയിച്ചിരുന്നു. പോലീസ് വന്നിരുന്നു. പോലീസ് വന്നത് 8:30-ക്കാണ്. ഏതായാലും ഈ ഉച്ചയോട് കൂടിയാണ് സംഭവങ്ങൾക്ക് തുടക്കം. അപ്പോൾ പോലീസിനെ അറിയിച്ചിരുന്നാൽ പോലീസ് വന്നില്ല. വൈകുന്നേരത്തോടു കൂടിയാണ് വീണ്ടും ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം അക്രമം അഴിച്ചുവിടുന്നു. അതിന് തൊട്ട് മുന്നോടിയായി ഇവിടെ CPMൻ്റെ പ്രകടനമൊക്കെ തന്നെ നടന്നിരുന്നു എന്നുള്ളതാണ് ഈ ഹരിഹരൻ വ്യക്തമാക്കുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. KS ഹരിഹരന്റെ വീടിന് മുന്നിൽ നിന്നാണ് സമീർ ചേർന്നത്. ഈ ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്ന് RMP ആരോപിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ആക്രമണം ഇപ്പോൾ നടന്നാൽ അതിന്റെ ഗുണഭോക്താവ് ആരെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു DYFIയുടെ പ്രതികരണം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് സമീർ ബിൻ കരീമാണ്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. RMP നേതാവ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാണ്. DYFI DGPക്ക് പരാതി നൽകി. UDF വേദിയിലെ പ്രസംഗത്തെ ഒരാളുടെ മാത്രം പ്രതികരണമായി കാണാനാകില്ലെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പറഞ്ഞു. KS ഹരിഹരന്റെ അധിക്ഷേപ പരാമർശം RMPയുടെ നിലപാടിന് വിരുദ്ധമെന്ന് KK രമ MLA പ്രതികരിക്കുകയും ചെയ്തു. പ്രസ്താവന തള്ളി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. CPMൻ്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലായി. CPIM വർഗീയ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് UDFും RMPയും വടകരയിൽ നടത്തിയ പൊതുപരിപാടിയിലാണ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DYFI സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷനും DYFI വടകര ബ്ലോക്ക് കമ്മിറ്റിയും പ്രത്യേകം പരാതി നൽകിയിട്ടുണ്ട്. പൊതുരംഗത്തുള്ള സ്ത്രീകളെയാകെ അവമതിപ്പോടെ കാണുന്ന ആൺകോയ്മ മുന്നണിയായി UDF അധപ്പതിച്ചുവെന്ന് മന്ത്രി R ബിന്ദു വിമർശിച്ചു. UDFിനെതിരെ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനും രംഗത്തെത്തി. KS ഹരിഹരന്റെ മാത്രം ഒരു ആത്മനിഷ്ഠമായ പ്രതികരണമായിട്ട് കരുതുന്നില്ല. ഇങ്ങനൊരു മ്ലേച്ഛമായ പരാമർശം നടത്തുമ്പോൾ അത് ഒരു നല്ല കോമഡി സിനിമ കാണുന്നത് പോലെ ആസ്വദിക്കേണ്ട ആളാണോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്? KS ഹരിഹരന്റെ വിവാദ പ്രസ്താവന UDF നേതാക്കൾ തള്ളി. പൊതുവേദിയിൽ രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് പരിപാടിയുടെ ഉദ്ഘാടകൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. KS ഹരിഹരൻ തെറ്റു മനസ്സിലാക്കിയെന്ന് കരുതുന്നുവെന്ന് KK രമ MLA. അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMPയുടെ അഭിപ്രായം. പൊതുവേദിയിൽ മാത്രമല്ല സ്വകാര്യ സംഭാഷണത്തിൽ പോലും പാടില്ലാത്ത പരാമർശമാണ് KS ഹരിഹരനിൽ നിന്നുണ്ടായതെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. LDF ഉന്നയിച്ച വ്യാജ വീഡിയോ ആരോപണത്തെ പ്രതിരോധിക്കുന്നതിനിടെ UDFന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് വിവാദ പ്രസംഗം. 24 കോഴിക്കോട്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കാസർഗോഡ് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രാജി ഭീഷണി ഉയർത്തിയെങ്കിലും വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനും പെരിയ കൊലപാതക കേസിലെ പ്രതികളും രഹസ്യമായി സൗഹൃദം പുലർത്തുന്നുവെന്നും കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13-ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ പങ്കെടുത്തതിന്റെ ഫോട്ടോ പുറത്തു വന്നതോടെയാണ് കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉടലെടുക്കുന്നത്. നടപടി നേരിട്ടതോടെ ചടങ്ങിൽ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തുവെന്ന് പ്രമോദ് പെരിയ ആരോപിച്ചു. ഇതിന് പിന്നാലെ ബാലകൃഷ്ണൻ പെരിയയെ ലക്ഷ്യമിട്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമെത്തി. രക്തസാക്ഷികളുടെ ആത്മാവിനെ വേദനിപ്പിച്ചവർക്ക് മാപ്പില്ലെന്നായിരുന്നു വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ ഈ സഖ്യം പ്രവർത്തിച്ചെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. ഇതോടെയാണ് രാജിപ്രഖ്യാപനവുമായി KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ എത്തുന്നത്. പെരിയ കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനും ഉണ്ണിത്താനും രഹസ്യമായി സൗഹൃദം പങ്കിടുന്നവരെന്നാരോപിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു രാജിഭീഷണി. തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടതോടെ ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. 24 കാസർഗോഡ്.
പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കരമന അഖിൽ വധത്തിൽ മുഖ്യപ്രതികൾ മുഴുവനും അറസ്റ്റിലായി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത സുമേഷാണ് ഇപ്പോൾ പിടിയിലായത്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുടെ ഉൾപ്പെടെ അറസ്റ്റിലായവരുടെ എണ്ണം ഇപ്പോൾ 7ആയി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, എല്ലാവരെയും പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ സുമേഷിനെ എവിടെ നിന്നാണ് പിടികൂടിയത്? കൂടുതൽ വിവരങ്ങൾ എന്താണ്? വളരെ ക്രൂരകൃത്യമായ കരമന അഖിൽ കൊലപാതകത്തിൽ ഇപ്പോൾ മുഴുവൻ പ്രതികളും പിടിയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസ്ഥാനത്തെ പോലീസിനെ സംബന്ധിച്ച് പോലീസിന് ഏറ്റവും ആശ്വാസകരമായ ഒരു അന്വേഷണ കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഗൂഢാലോചനയിലും അതേപോലെ തന്നെ ഈ കൃത്യത്തിൽ നേരിട്ട് ഇടപെട്ട 3 പേരെയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുൻപാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് തന്നെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരിൽ മൂന്നാമനായിട്ടുള്ള സുമേഷിനെ പോലീസ് പിടികൂടുന്നത്. രാവിലെ തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിൽ നിന്ന് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത വിനീത് രാജിനെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളായിരുന്നു ഈ കൊല്ലപ്പെട്ട അഖിലിന്റെ ദേഹത്തേക്ക് കല്ല് വലിച്ചെറിഞ്ഞത്. കൂടാതെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിൽ എന്ന അപ്പുവിനെ കൂടി കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് പിടികൂടി. ഇതിനും അപ്പുറത്തേക്ക് കൊരാളി സംഘത്തിന്റെ വാഹനത്തിന് ഡ്രൈവറായിരുന്ന അനീഷ്, അതേപോലെ തന്നെ ഈ കൊലക്കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഹരിലാൽ, ഈ സംഭവത്തിന് തന്നെ കാരണമായിട്ടുള്ള പാപ്പനംകോട് ബാറിലെ സംഘർഷവുമായി മുൻപ് നടന്ന പാപ്പനംകോട് ബാറിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാന പങ്കാളിയായിരുന്ന കിരൺ കൃഷ്ണ, ഈ കിരൺ കൃഷ്ണയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യം. അയാളെയും പിടികൂടി. കൂടാതെ മറ്റൊരു കിരൺ, അയാൾ ഈ മുഖ്യപ്രതി അഖിൽ അപ്പുവിനെ രക്ഷപ്പെടാൻ സഹായിച്ച ആളാണ്. കരമന സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമാണ്. ഇയാളെ അടക്കമാണ് ഇപ്പോൾ പോലീസ് മുഴുവൻ പ്രതികളെയും പിടികൂടിയിട്ടുള്ളത്. ഇതിൽ മറ്റാർക്കെങ്കിലും ഗൂഢാലോചനയിൽ പങ്കുണ്ടോ, ഏതെങ്കിലും തരത്തിൽ മറ്റിടപെടലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികൾ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. CCTV ദൃശ്യങ്ങളടക്കമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ആ CCTV സാധൂകരിക്കുന്ന മറ്റ് CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. സ്മിത, ശരി. കരമന അഖിൽ വധത്തിൽ മുഖ്യപ്രതികൾ മുഴുവനും അറസ്റ്റിലായിരിക്കുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത സുമേഷ് കൂടി പിടിയിലായതോടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുവെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 4ാം ഘട്ട വിധിയെഴുത്ത് നാളെ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 96 മണ്ഡലങ്ങളിൽ ജനം വിധിയെഴുതും. നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ആദ്യ 3 ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം കൃത്യമായി പുറത്തുവിടാത്തതിനെതിരെ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. അത്യന്തം വാശിയേറിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 170 വനിതകളടക്കം 1717 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. അഖിലേഷ് യാദവ്, മൗവ മൊയ്ത്ര, ഗിരിരാജ് സിംഗ്, YS ഷർമിള, അർജുൻ മുണ്ട, ശത്രുഘ്നൻ സിൻഹ തുടങ്ങിയവരാണ് നാളെ ജനവിധി തേടുന്ന പ്രമുഖർ. പ്രചാരണ വേദികളിൽ നേതാക്കൾ തമ്മിൽ വാക്പോര് കനക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംവാദത്തിന് വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തി. लेकिन प्रधानमंत्री मोदी के साथ समतल एक समकक्ष बात करने वाले व्यक्ति से मैं पूछना चाहती हूँ, वो इंडी गठबंधन के प्रधानमंत्री के उम्मीदवार हैं? ഉത്തർപ്രദേശിൽ BJP MPയെ സമാജ്വാദി പാർട്ടി ലോക്സഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ദദോഹി MP രമേശ് ബിന്ദിനെയാണ് സമാജ്വാദി പാർട്ടി മിർസാപൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയതിനെതിരെ കോൺഗ്രസ് രംഗത്തു വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം ദുരുദ്ദേശപരമാണെന്നാണ് വിമർശനം. 3 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തവണ പോലും വാർത്താ സമ്മേളനം നടത്താത്തതിൽ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ അതൃപ്തി അറിയിച്ചു. ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര എന്ന കമ്മീഷൻ പുറത്തുവിടാത്തത് ഞെട്ടിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയെന്നും പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ കമ്മീഷൻ അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 24 ഡൽഹി.
മോദി ഗ്യാരണ്ടിക്ക് ബദലായി കേജ്രിവാൾ ഗ്യാരണ്ടിയുമായി ആം ആദ്മി പാർട്ടി 10 വാഗ്ദാനങ്ങളാണ് പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വച്ചത്. നരേന്ദ്രമോദിയുടെ ഒരു ഗ്യാരണ്ടിയും നടപ്പായില്ലെന്ന് പരിഹസിച്ച അരവിന്ദ് കെജ്രിവാൾ ബിജെപിയിലെ വിരമിക്കൽ പ്രായം വീണ്ടും ഉന്നയിച്ചു. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പാഴ്വാക്കാണെന്ന വിമർശനത്തോടെയാണ് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാൾ സ്വന്തം ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാജ്യത്തുടനീളം 24 മണിക്കൂറും വൈദ്യുതി ഉറപ്പാക്കും. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം. ഗ്രാമങ്ങൾ തോറും മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിക്കും. ചൈന കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കും. അഗ്നിവീർ പദ്ധതി റദ്ദാക്കും. കാർഷിക വിളകൾക്ക് സ്വാമിനാഥൻ ഫോർമുല അനുസരിച്ച് താങ്ങുവില ഏർപ്പെടുത്തും. ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകും. 2 കോടി യുവാക്കൾക്ക് തൊഴിൽ. അഴിമതി തുടച്ചു നീക്കും. GST നിയമം പരിഷ്കരിക്കും എന്നിവയാണ് വാഗ്ദാനങ്ങൾ. सबसे पहली गारंटी है देश के अंदर 24 घंटे बिजली का इंतजाम करेंगे. उसके हर बच्चे को अच्छी शिक्षा का इंतजाम न कर दिया जाए. पूरे देश में कोने कोने में, हर गांव में, हर मोहल्ले में मोहल्ला क्लिनिक खोला जाएगा. शानदार डिस्ट्रिक्ट हॉस्पिटल जितने उनको मल्टी स्पेशलिटी बना के मोदी जी ने गारंटी दी थी 15 लाख रुपए हर एक के अकाउंट में जमा कराएंगे. वो उन्होंने नहीं कराए. ബിജെപിയിലെ വിരമിക്കൽ പ്രായം അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഉന്നയിച്ചു. ബിജെപിയിലെ നേതാക്കൾക്ക് പ്രായപരിധി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. സ്വന്തം കാര്യത്തിൽ ഈ നിയമം ബാധകമല്ലെങ്കിൽ മോദി തന്നെ അത് വ്യക്തമാക്കണമെന്ന് കേജ്രിവാൾ പറഞ്ഞു. जिस नियम में आडवाणी जी रिटायर हुए, मैं उस नियम पे अपने ऊपर नहीं, या तो प्रधानमंत्री जी कह दें कि वो नियम अब मेरे ऊपर लागू नहीं होगा, आडवाणी जी के लिए बनाया था वो, या तो वो कह दें. लेकिन വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ പ്രചാരണം നടത്തും. 24 ഡൽഹി. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിൽ വീണ്ടും വിവാദം കൊഴുക്കുന്നു. പീഡന പരാതി ഉന്നയിച്ച സ്ത്രീകളെ തൃണമൂൽ കോൺഗ്രസ് ഭീഷണിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിച്ച് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. സന്ദേശ് ഖാലിയിൽ BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും ഏറ്റുമുട്ടി. തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന ഷാജഹാൻ ഷെയ്ഖിനെതിരായ പീഡനാരോപണം പരാതിക്കാരിൽ ചിലർ പിൻവലിച്ചതോടെയാണ് സന്ദേശ് ഖാലിയിൽ വീണ്ടും തർക്കം മുറുകിയത്. ഷാജഹാൻ ഷെയ്ഖിന്റെ ഗുണ്ടകളിൽ നിന്ന് സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ നിരന്തരം ഭീഷണി നേരിടുന്നുണ്ടെന്ന് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ഗുണ്ടകളെ തൃണമൂൽ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്നും വിമർശനം. ബലാത്സംഗ പരാതി വ്യാജമാണെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചത്. രേഖാ ശർമ്മ, BJP നേതാവ് പിയാലിദാസ് എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അതിനിടെ സന്ദേശ് ഖാലിയിൽ തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലെ പ്രവർത്തകർക്ക് പരിക്കേറ്റു. 24 ഡൽഹി. ഡൽഹി വിമാനത്താവളത്തിലും ആശുപത്രികളിലും ബോംബ് ഭീഷണി. ഇമെയിലായാണ് ഭീഷണി സന്ദേശം എത്തിയത്. പരിശോധന തുടരുകയാണ്. സംശയാസ്പദമായി ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിലെ 100-ലധികം സ്കൂളുകളിലേക്ക് വ്യാജ ബോംബ് ഭീഷണി എത്തിയിരുന്നു. ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വീണ്ടും ഭീഷണി സന്ദേശം എത്തുന്നത്. ആലുവയിൽ മാധ്യമപ്രവർത്തകയുടെ വീടിനു നേരെ ആക്രമണം. കലാകൗമുദി റിപ്പോർട്ടർ ജിഷയുടെ വീട് അക്രമികൾ തല്ലിത്തകർത്തു. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഇരുചക്രവാഹനങ്ങളും 5-അംഗ സംഘം തകർത്തു. 4 പേരെ ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തു. അയൽക്കാരുടെ തർക്കത്തിൽ മധ്യസ്ഥത നിന്നതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ഇത് കറക്റ്റ് 3:30 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 3:30ക്ക് ഒരു 5-6 പേരുണ്ടായിരുന്നു. 2 ഓട്ടോറിക്ഷയിലാണ് ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കണം. 2 ഓട്ടോറിക്ഷയിലാണ് വന്നിരിക്കുന്നത്. അവരുടെ കയ്യിൽ വടിവാളുകളും ഉണ്ടായിരുന്നു, പിന്നെ കമ്പി ഉണ്ടായിരുന്നു, വാക്കത്തി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ വീട് ഇത്രയും തകർത്ത് ഇതുപോലെ ആക്കി കളഞ്ഞിരിക്കുന്നത്. പേരുകൾ പറഞ്ഞ് നമുക്ക് നന്നായിട്ട് അറിയാം. പേരുകൾ ജ്യോതിഷ്, രാഹുല് എന്നൊക്കെ പറയുന്ന ടീമുകളാണ് ഉള്ളതെന്നുള്ളത് അറിയാം. ഈ മുൻവൈരാഗ്യം ഞങ്ങളായിട്ട്, ഞാനോ നമ്മുടെ കുടുംബത്തിലെ എൻ്റെ മക്കളായിട്ടോ യാതൊരു വക വൈരാഗ്യവും നമ്മളായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കോഴിക്കോട് കോടഞ്ചേരിയിൽ ഡോക്ടർക്ക് നേരെ രോഗിയുടെ കയ്യേറ്റ ശ്രമം. ഹോളി ക്രോസ് ആശുപത്രിയിലെ ഡോക്ടർ സുസ്മിതരെയാണ് കോടഞ്ചേരി സ്വദേശി രഞ്ജു കല്ലുകൊണ്ട് തലക്കിടിക്കാൻ ശ്രമിച്ചത്. ഡോക്ടറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രി വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയെത്തിയതാണ് യുവാവ്. പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും
അതുപോരെന്ന് പറഞ്ഞ് യുവാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ അസഭ്യം പറഞ്ഞെന്നാണ് പരാതി. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതോടെയാണ് ഡോക്ടർ സുസ്മിതിനെതിരെ യുവാവ് തിരിഞ്ഞത്. ഡോക്ടറുടെ ഫോൺ പിടിച്ചു വാങ്ങി നിലത്തെറിഞ്ഞു. പിന്നെ പോലീസ് എന്റെ കൂടെ ഉണ്ട്. ഇവിടുത്തെ മൊബൈൽ അടിക്കാനാണ് ഡോക്ടർ മൊബൈൽ പിടിക്കോ, ഡോക്ടർ മൊബൈൽ പിടിക്കോ. എൻ്റെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറിൻ്റെ എതിരെ മദ്യപിച്ച് ബൈക്കിൽ നിന്ന് വീണ് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള വെർബൽ അബ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് ഞാൻ ആ പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല, കൺസൾട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾക്ക് ചികിത്സ മതിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്താൽ മതിയോ, ഞാൻ ട്രീറ്റ് ചെയ്യാം, നിങ്ങളൊന്ന് സമാധാനപ്പെടുക എന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു. അതിനുശേഷവും അയാൾ ഭയങ്കരമായിട്ട് ഒപ്പിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡി ഡോക്ടറെ ആണെങ്കിലും എന്നെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള തെറിവിളിയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തത് അയാളെ കൂടുതൽ പ്രകോപിതനാക്കി. അയാൾ എന്നെ 3-4 വട്ടം ഉന്തി തള്ളി മാറ്റി. പരിക്കേറ്റ ഡോക്ടർ സുസ്മിത് ചികിത്സ തേടി കോടഞ്ചേരി പോലീസിൽ യുവാവിനെതിരെ പരാതി നൽകി. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. 24 കോഴിക്കോട്. പ്രൈം ടൈം ന്യൂസ് തുടരുന്നു. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ RMP നേതാവ് KS ഹരിഹരനെതിരെ കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് വടകര പോലീസിന്റെ FIR. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്? സ്മിത, ഏറ്റവും ഒടുവിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത KS ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പോലീസിന് മുന്നിൽ എത്തിയിരുന്നു. DGPക്ക് ഉൾപ്പെടെ DYFI പരാതി നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. വടകര റൂറൽ SP പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് നിലവിൽ അല്പസമയം മുൻപ് വടകര പോലീസ് KS ഹരിഹരനെതിരെ കേസെടുത്തിട്ടുള്ളത്. IPC 153, 509 വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ പോലീസ് ഹരിഹരനെതിരെ, RMP നേതാവ് ഹരിഹരനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ FIR-ൽ പറയുന്നത് ഇപ്രകാരമാണ്. വടകര കോട്ടപ്പറമ്പിൽ വെച്ച് UDF നടത്തിയ പൊതുയോഗത്തിൽ RMP നേതാവ് KS ഹരിഹരൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുക വഴി സ്ഥലത്ത് ചേരിതിരിവുണ്ടാക്കി സമൂഹത്തിൽ പരസ്പരം ലഹളയുണ്ടാക്കാൻ ശ്രമം നടത്തി എന്നുള്ളതാണ് ഈ FIR-ൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ KS ഹരിഹരന്റെ ഈ വിവാദ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം LDF-ന്റെ അടക്കം ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരുന്നു. ഈ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വടകരയിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ഉം LDF-ഉം നടന്ന ഈ വാക്പോരാട്ടത്തിന്റെ ഈ പ്രത്യാരോപണങ്ങളുടെ ഭാഗമെന്നോണമാണ്, അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ പൊതുയോഗത്തിൽ വെച്ച് ഈ KS ഹരിഹരൻ ഇത്തരത്തിലൊരു പരാമർശം, KK ശൈലജയ്ക്കെതിരായ ഒരു പരാമർശം നടത്തിയത്, സ്ത്രീവിരുദ്ധ പരാമർശം എന്ന് വലിയ രീതിയിൽ അതിനെതിരെ LDF-ന്റെ വിമർശനം ഉയർന്നിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ നിരവധി പരാതികൾ പോലീസിന് മുന്നിലെത്തിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വടകര പോലീസ് KS ഹരിഹരനെതിരെ കേസെടുത്തിട്ടുള്ളത്. സ്മിത, അഭിജിത്ത്, ഇപ്പോൾ ഈ KS ഹരിഹരൻ അത്തരത്തിലൊരു പരാമർശം നടത്തുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നു. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ അതിനെതിരെ തന്നെ അത് ഒപ്പം നിന്നില്ല. RMP നേതാവ് KK രമ തന്നെ പറഞ്ഞു അത്തരത്തിലൊരു പരാമർശം അത് നടത്തരുതായിരുന്നു എന്ന് വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇന്ന് വൈകിട്ട് തൻ്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി എന്ന പരാതി KS ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതിലും വീണ്ടും ആരോപണവും പ്രത്യാരോപണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിൽ നിൽക്കുമ്പോഴാണല്ലോ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അത്തരത്തിൽ RMPയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമോ മറ്റോ നമുക്ക് ലഭിച്ചിരുന്നോ? സ്മിത, ഈ ഘട്ടത്തിൽ RMPയുടേതായ ഒരു പ്രതികരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വന്നിട്ടില്ല. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപാണ് KS ഹരിഹരന്റെ തേഞ്ഞിപ്പലത്തുള്ള വീടിന് നേരെ ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള ഒരു ആരോപണം ഉയരുന്നത്. അതിനു പിന്നാലെ CPIM ആണ് ഇതിന് പുറകിൽ എന്നുള്ള ഒരു ആരോപണം കൂടി KS ഹരിഹരൻ ഉന്നയിച്ചിരുന്നു. ഈ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ RMPയും UDF-ലെ എല്ലാവരും തന്നെ KS ഹരിഹരനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KK രമ ഇന്ന് നടത്തിയ
വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ കെ എസ് ഹരിഹരൻ നടത്തിയ പരാമർശം അത് അനുചിതമാണ് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും കെ എസ് ഹരിഹരനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഈ ഒരു വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മുന്നണിക്കകത്ത് ഒറ്റപ്പെടുന്ന രീതിയിലായിരുന്നു കെ എസ് ഹരിഹരൻ. കൂടാതെ LDFന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ വന്നിരുന്നു. അതായത് നേരത്തെ UDF നടത്തിയ നീക്കങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി LDF സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ നീക്കങ്ങളുടെ പ്രചാരണങ്ങളുടെ തുടർച്ചയാണ് കെ എസ് ഹരിഹരൻ നടത്തിയ പ്രസംഗം വിവാദ പ്രസ്താവന എന്നുള്ളതായിരുന്നു LDFന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം. അതിൽ തന്നെ UDF ഒന്നാകെ ഒരു പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കെ എസ് ഹരിഹരൻ പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. മാപ്പ് പറഞ്ഞ് ജനങ്ങളോട് പരിചയം മാപ്പ് പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഞാനാണ്. മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്കെതിരെ കേസെടുത്തോന്ന് എനിക്കറിയില്ല. എം മണിയും വിജയരാഘവനൊക്കെ കേസിൽ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കേസിനെ നിയമപരമായിട്ട് നേരിടും. അല്ല, പരാമർശത്തെ തള്ളി പറയുന്നത് അതിൽ രാഷ്ട്രീയമായിട്ട് പിഴവുള്ളതുകൊണ്ടാണ്. ഞാൻ തന്നെ തള്ളിക്കളഞ്ഞ പരാമർശമാണ്, പാർട്ടി മാത്രമല്ല. അത് രാഷ്ട്രീയമായി പിഴവുള്ളൊരു സംഗതിയാണ്. ആ പരാമർശം ശരിയല്ല, അതുകൊണ്ട് തള്ളിക്കളയുന്നതാണ്. അതുകൊണ്ട് പരാമർശം തള്ളിക്കളയുന്നതുകൊണ്ട് പാർട്ടി എന്നെ തള്ളിക്കളയുന്നതെന്ന് അർത്ഥമില്ല. പാർട്ടി എനിക്കൊപ്പം ഉണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ച് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ കെ എസ് ഹരിഹരനെതിരെ കേസെടുത്തിരിക്കുന്നു. തന്റെ പരാമർശം അതൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു തെറ്റായിരുന്നു. താനും ആ പരാമർശത്തെ തള്ളി. അതുപോലെ തന്നെയാണ് RMP തള്ളിയത്. പക്ഷേ പാർട്ടി തന്നെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി തനിക്കൊപ്പമുണ്ടെന്നും ഇപ്പോൾ ഈ പരാതി കേസെടുത്തു എന്നുള്ള വാർത്ത വന്നതിനു പിന്നാലെ കെ എസ് ഹരിഹരന്റെ പ്രതികരണവും എത്തിയിരിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 2 മരണം കൂടി. ഒരാഴ്ചക്കിടെ 3 മരണമായി. രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരും. പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് പനി ബാധിച്ച 3 വയസ്സുകാരി മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന കാളികാവ് സ്വദേശി ജിഗിൻ, പോത്തുകല്ല് കോടാലിപ്പൊയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ എന്നിവരുടെ മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ജിഗിൻ ഭിന്നശേഷിക്കാരനാണ്. 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് മരണം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ പിതാവും സഹോദരനും രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ്. നിലമ്പൂരിലും പോത്തുകല്ലിലും ചാലിയാറിലുമാണ് ആശങ്കയുള്ളത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ അടിയന്തര യോഗം ചേരും. തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗം പരത്തുന്ന വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയവും അധികൃതർക്കുണ്ട്. വിശദ പരിശോധനയ്ക്കായി സാമ്പിളുകൾ തിരുവനന്തപുരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് അമ്പലപ്പാറ ST കോളനിയിലെ കുമാരന്റെ മകൾ ചിന്നുവാണ് പനിബാധയെ തുടർന്ന് മരിച്ചത്. ഇന്ന് രാവിലെ 10:45 കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽ മഴ ശക്തി പ്രാപിക്കുകയും ചൂട് കുറയുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ഉപയോഗം ഗണ്യമായി കുറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട്. പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലകളിലും കോഴിക്കോട് മുക്കത്തും ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ലഭിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇടിമിന്നലിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് ലഭിക്കുന്ന വേനൽ മഴ KECBയെ തുണച്ചു. വൈദ്യുതി ഉപഭോഗത്തിൽ ഗണ്യമായ കുറവാണുണ്ടായത്. കഴിഞ്ഞ 10 ദിവസമായി സംസ്ഥാനത്തെ ശരാശരി പ്രതിദിന ഉപഭോഗം 110 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. ഇത് വേനൽമഴയെ തുടർന്ന് 100 ദശലക്ഷം യൂണിറ്റിന് താഴെയെത്തി. വെള്ളിയാഴ്ച 98.83 ദശലക്ഷം യൂണിറ്റായിരുന്നു ഉപഭോഗം. ഇന്നലെ ഇത് വീണ്ടും കുറഞ്ഞ് 95.69 ദശലക്ഷം യൂണിറ്റായി. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയും കുറഞ്ഞു. 4585 മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ പീക്ക് സമയ വൈദ്യുതി ആവശ്യകത. ഉപഭോഗം കുറഞ്ഞാൽ പ്രാദേശിക നിയന്ത്രണം ഒഴിവാക്കാനാണ് KECB തീരുമാനം. 24 തിരുവനന്തപുരം. ഇനി ചില പ്രധാനപ്പെട്ട വാർത്തകൾ ചുരുക്കത്തിൽ. ആന്ധ്രാപ്രദേശിൽ വോട്ടിന് പണം നൽകി വോട്ടേഴ്സിനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തിരുപ്പതിയിൽ നിന്നാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത്. YSR കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരാണ് വോട്ടർമാരെ കൊണ്ട് സത്യം ചെയ്യിച്ചത്.
എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇന്നും മുടങ്ങി. കേരളത്തിൽ നിന്നുള്ള 5 രാജ്യാന്തര സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. സർവീസ് ക്രമീകരണ ആപ്ലിക്കേഷനിലെ സാങ്കേതിക പ്രശ്നമാണ് കാരണമെന്ന് വിമാന കമ്പനി അധികൃതർ വിശദീകരിച്ചു. തിരുവനന്തപുരം നഗരൂരിൽ ഇടിമിന്നലേറ്റ് 2 പോത്തുകൾ ചത്തു. കേശവപുരം സ്വദേശി സജികുമാറിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന പോത്തുകൾക്കാണ് മിന്നലേറ്റത്. മഴയ്ക്കിടെ തൊഴുത്തിലേക്ക് മാറ്റിക്കെട്ടുന്നതിനിടെയാണ് മിന്നൽ ഏറ്റത്. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം. LDFന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റിൽ 1 കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടതാണെന്ന് സ്റ്റീഫൻ ജോർജ് 24നോട് പറഞ്ഞു. നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. പത്തനംതിട്ട തിരുവല്ലയിൽ പക്ഷിപ്പനി. നിരണം പഞ്ചായത്തിലെ സർക്കാർ ഫാമിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തത് പക്ഷിപ്പനി ബാധിച്ചാണെന്ന് സ്ഥിരീകരണം. ഒരാഴ്ചയ്ക്ക് മുൻപാണ് തിരുവല്ല നിരണത്തെ സർക്കാർ ഡക്ക് ഫാമിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തത്. ചിന്നക്കനാൽ ഭൂമിയിടപാട് കേസിൽ മാത്യു കുഴൽനാടൻ MLAക്കെതിരെ CPIM ഇടുക്കി ജില്ലാ നേതൃത്വം. കയ്യേറിയ ഭൂമി മാത്യു കുഴൽനാടൻ സർക്കാരിന് വിട്ടു നൽകിയില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് 24നോട് പറഞ്ഞു. വാർത്തകളിലേക്ക് വീണ്ടും. തിരുവനന്തപുരം കളക്ടറെ വിമർശിച്ചതിന് CPI സർവീസ് സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ വിമർശനം കടുപ്പിച്ച് ജോയിന്റ് കൗൺസിൽ. നാളെ മുഴുവൻ കളക്ടറുകളിലേക്കും പ്രതിഷേധ പ്രകടനം നടത്തും. കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ പ്രകടനം നടത്തും. കളക്ടർക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ. കുഴിനകം ചികിത്സിക്കാൻ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നടപടിയെ ചാനൽ ചർച്ചയിലാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ വിമർശിച്ചത്. പിന്നാലെയാണ് ലാൻഡ് റവന്യൂ ബോർഡ് തഹസിൽദാരായ ജയചന്ദ്രൻ കല്ലിങ്കലിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കളക്ടറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും ജയചന്ദ്രൻ കല്ലിങ്കൽ. വ്യക്തിപരമായി കളക്ടറെയോ അല്ലെങ്കിൽ സംവിധാനത്തിനെയോ ദോഷപ്പെടുത്താൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലല്ല അതിനകത്ത് പങ്കെടുത്തത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി സിവിൽ സർവീസ് സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ചർച്ചയിൽ പങ്കെടുത്തതും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇല്ലാത്ത കാര്യം ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കുറഞ്ഞുപോയി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച്. കാരണം കാണിക്കൽ നോട്ടീസിനെ അസ്വാഭാവിക നടപടിയായാണ് ജോയിന്റ് കൗൺസിൽ കാണുന്നത്. നിരന്തരം സർക്കാരിന് അപമതിപ്പുണ്ടാക്കുന്ന കളക്ടറോടാണ് വിശദീകരണം ചോദിക്കേണ്ടതെന്നാണ് ജോയിന്റ് കൗൺസിൽ നിലപാട്. നോട്ടീസ് പിൻവലിക്കും വരെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി 14 കളക്ടറേറ്റുകളിലേക്കും നാളെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പിന്റെ നടപടികൾക്കെതിരെ മറ്റു സർവീസ് സംഘടനകൾക്കും കടുത്ത അമർഷമാണുള്ളത്. ഭരണാനുകൂല സർവീസ് സംഘടനകൾക്കിടയിൽ പോലും അമർഷം പുകയുമ്പോഴും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ നടപടി പിൻവലിക്കേണ്ടെന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. 24 തിരുവനന്തപുരം. ഇനി ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കാഞ്ഞിരപ്പള്ളിയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. കൂവപ്പള്ളി സ്വദേശി പുത്തൻ വീട്ടിൽ PR രാജുവാണ് മരിച്ചത്. 2 പേർക്ക് പരിക്ക്. തിരുവനന്തപുരത്ത് ടെറസിൽ നിന്ന് കാൽവഴുതി വീണു മരണം. ധനുവച്ചപുരം സ്വദേശി സുമേഷാണ് മരിച്ചത്. ടെറസിൽ കെട്ടിനിന്ന വെള്ളം മാറ്റുന്നതിനിടെയായിരുന്നു അപകടം. ശക്തമായ കാറ്റിൽ കാസർഗോഡ് നഗരത്തിൽ സ്ഥാപിച്ച കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പരസ്യ ബോർഡാണ് തകർന്നത്. ആളപായമില്ല. ഇടുക്കി കുട്ടിക്കാനത്ത് ബൈക്ക് കത്തി നശിച്ചു. തമിഴ്നാട് ചിന്നമന്നൂർ സ്വദേശി മുത്തുവിന്റെ ബൈക്കിനാണ് തീപിടിച്ചത്. തീ ശ്രദ്ധയിൽപ്പെട്ടതോടെ മുത്തു ഓടി രക്ഷപ്പെട്ടു. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.